അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള വിദ്യാർത്ഥികൾ, കോവിഡിന് ശേഷം ഇന്ന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ മനുഷ്യ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അധ്യാപക സമൂഹം, ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകർ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾക്കറിയാവോ? മോട്ടിവേഷൻ വേണ്ടത്ര നടക്കുന്നില്ല, പഴയ പോലെ ഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ അധ്യാപകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. മോട്ടിവേറ്റന്മാരൊക്കെ ഉണ്ടല്ലോ സമൂഹത്തിൽ കുറേ, അവരുടെയൊക്കെ ക്ലാസ്സുകളിലും വർക്ക്ഷോപ്പുകളിലും പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. പക്ഷെ നമുക്കും അത് കഴിഞ്ഞിട്ട് കൊള്ളാം എന്നതിനപ്പുറത്തേക്കൊരു പ്രതിഫലനം അതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. വിദ്യാർത്ഥി സമൂഹം നമ്മുടെ പഠനശേഷം നമ്മളെ കാത്തിരിക്കുന്ന കുറേ അവസരങ്ങളെ സംബന്ധിച്ച് പലരും നമ്മളോട് സംസാരിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പഠനത്തിൻ്റെ ഒരു ഫൈനൽ എക്സിറ്റ് കഴിഞ്ഞ് പുറത്ത് സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? എന്തൊക്കെ അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന വലിയ പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ടോ? സത്യസന്ധമായി നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കാര്യമായി നിരാശയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പല ആളുകളും എന്തിനാണ് വീണ്ടും ഹയർ എഡ്യൂക്കേഷന് വരുന്നത്? നീ ഇവിടെ നിർത്തിപ്പോയ ആളാണല്ലോ, വീണ്ടും പി ജിക്ക് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം വേറെ എവിടെയും കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല, ജോലിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുത്തിട്ടും ക്വാളിഫിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ടായിട്ടും യോഗ്യത വലിയ സാക്ഷ്യപത്രമായി നമ്മുടെ ഫയലിനകത്ത് ഇരുന്നിട്ട് പോലും എന്തുകൊണ്ട് നമുക്ക് ജീവിതത്തെപ്പറ്റി വലിയ പ്രതീക്ഷ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. പലപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്ത് നമ്മളെ വേണ്ടത്ര രൂപത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ അറിയാനും നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നില്ല. നമ്മളെപ്പോഴും അയൽ വീട്ടിലേക്ക്, അടുത്ത വീട്ടിലേക്ക് കണ്ണു നട്ടുകൊണ്ട് കാത്തിരിക്കുകയാണ്. നമ്മുടെ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കമ്പാരിസൺ എന്നുള്ളതാണ്. അവൾ അവിടെ എത്തിയില്ലേ, ഇവൻ ഇവിടെ എത്തിയില്ലേ, അവൾ നിൻ്റെ ജ്യേഷ്ഠത്തിയല്ലേ, അവൻ നിൻ്റെ ചേട്ടനല്ലേ, എന്നിട്ടെന്താണ് നീ എവിടെയും എത്താത്തത്, നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ കേട്ട് ആകെ നിരാശപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ പലപ്പോഴും വിദ്യാർത്ഥി സമൂഹത്തിലെ ഭൂരിഭാഗം പേർക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇസ്ലാമികമായ ചില നിർദ്ദേശങ്ങൾ, ചില പരിഹാരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുവാനാണ് വളരെ ചുരുങ്ങിയ സമയം ഞാൻ ചെലവഴിക്കുന്നത്. നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാത്തതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അഭിപ്രായം, കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ വളരെ ശക്തമായ ഒരു കാൽവെപ്പോട് കൂടി നമുക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മനുഷ്യരെ ജീവി വിഭാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ, ഉത്കൃഷ്ടരായ വിഭാഗമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വലക്കത് കറംന ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. അള്ളാഹു പറയുന്നത് മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ്. മാത്രമല്ല ജീവി വർഗങ്ങളിൽ വെച്ച് വലിയ ശ്രേഷ്ഠതകൾ, വലിയ ബഹുമാന്യം കൊടുത്തുകൊണ്ട് അള്ളാഹു മനുഷ്യർക്ക് വലിയ പദവികൾ നൽകിയിരിക്കുന്നു എന്നാണ്. ഈ മനുഷ്യനെന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിൽ, മനുഷ്യരെന്ന് പറയുന്ന വിശേഷണത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഐ ആം നോട്ട് ഓക്കെ, ഓൾ അതേഴ്സ് ആർ ഓക്കെ എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇവിടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്, ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല, ഞാൻ അത്ര മോശക്കാരിയൊന്നുമല്ല, എനിക്ക് എൻ്റെതായ കഴിവുകളുണ്ട്,
ഇപ്പോൾ ഞാൻ പഠിക്കുന്ന രംഗത്ത് എനിക്ക് വേണ്ടത്ര ഷൈൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, എൻ്റെ ഫീൽഡിൽ ചിലപ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, എനിക്ക് എൻ്റെതായ ഒരു അവസരം കാത്തു കിടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനും, അള്ളാഹു ആദരിച്ചിട്ടുള്ള, അള്ളാഹു വലിയ ശ്രേഷ്ഠതകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും. ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള കൃത്യമായ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ, നമുക്ക് വളരെ വ്യക്തമായി, വളരെ സുചിന്തിതമായി, പവർഫുള്ളായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാവണം. നമുക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ടാവണം. 10 കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തെ ഉപകരിക്കുന്ന 10 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ഞാൻ. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചാണ്. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹുവാണ് നിങ്ങൾക്ക് ജീവിതവും മരണവും വിധിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ജീവിതം തന്നത്? എന്തിനാണ് അള്ളാഹു നമ്മളെ മരിപ്പിക്കുന്നത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയാണ്. നമ്മുടെ സെഷൻ്റെ പേര് തന്നെ ലെറ്റ്സ് ഡ്രീം ആൻഡ് വർക്ക് ഓൺ ഇറ്റ് എന്നുള്ളതാണ്. സ്വപ്നം കാണാൻ കഴിയാത്ത ആളുകൾ ആരുമില്ല. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കുവാനും ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയുമ്പോൾ മാത്രമാണ് നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ പ്രയോഗം കൃത്യമായി ആലോചിക്കുക. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അവനാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടി? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി. നമ്മൾ എത്ര സ്വപ്നം കാണുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്രമാത്രം കൊതിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല, ആ കാണുന്ന സ്വപ്നങ്ങൾക്കനുസരിച്ചുകൊണ്ട് എത്രത്തോളം നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന ബോധമുണ്ടാവണം. ആയത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് ഞാൻ തിരിച്ചു വരുന്നു. മരണവും ജീവിതവും എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിൽ നിന്ന്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള വളരെ ചെറിയ ഒരു സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കാത്തിരിക്കാൻ ഇനി നമുക്ക് സമയമില്ല. എൻ്റെ സമയമാണ് ഇനി വരാനുള്ളത്. തുടങ്ങാനായിട്ടില്ല. കുറച്ചുകൂടി എനിക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്, കുറച്ചുകൂടി എനിക്ക് മെച്യൂരിറ്റി വരാനുണ്ട്, ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട് എന്നിങ്ങനെ നാളെ നീളെ എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ നമ്മുടെ ജീവിതം അങ്ങ് പെട്ടെന്ന് തീർന്നു പോകും. ലൈഫ് ഈസ് ടു ഷോർട്ട്. ജീവിതമെന്ന് പറയുന്നത് വളരെ പരിമിതമാണെന്ന തിരിച്ചറിവോടുകൂടി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുക, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുക, നമ്മുടെ സ്വപ്നങ്ങൾ നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയുള്ള ഗോതയിൽ നമ്മൾ രംഗത്തിറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ഇങ്ങനെ നാം നമ്മുടെ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് കൃത്യമായി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം പെട്ടെന്ന് നിരാശ വരും എന്നുള്ളതാണ്. ഞാൻ പരീക്ഷയ്ക്ക് പോയല്ലോ, പക്ഷേ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് ആ ഫീൽഡ് ഷൈൻ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ഞാൻ 1-2 തവണ ശ്രമിച്ചു, പക്ഷേ വിജയിച്ചില്ല, ഇനി ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. എത്രയോ വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് നോക്കി, പക്ഷേ എനിക്ക് നടക്കില്ല, ബാക്കിയുള്ളവർക്ക് നടക്കുന്നുണ്ടാവും. മനുഷ്യരുടെ കൂട്ടത്തിൽ മാത്രമാണ് ഇത്ര പെട്ടെന്ന് നിരാശ കടന്നു വരുന്നത്. നിങ്ങളൊരു പക്ഷിയെ കണ്ടിട്ടുണ്ടോ? പക്ഷി ഒരു ജലാശയത്തിലേക്ക്, പുഴയിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി വരുന്നത് ഒറ്റ തവണ കൊണ്ട് മീൻ പിടിച്ച് ഏതെങ്കിലും പക്ഷി തിരിച്ചു പോയിട്ടുണ്ടോ? ഒരു സിംഹം ഒരു മാനിനെ പിടിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ പ്രയത്നം എത്ര തവണയാണ്? 50, 60, 100 തവണ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് സിംഹം എന്ന് പറയുന്ന കാട്ടിലെ രാജാവിന് പോലും ഒരു ഇരയെ കിട്ടുന്നത്. ജീവികളൊക്കെ അങ്ങനെയാണ്. ഒരുപാട് ശ്രമിച്ചിട്ടാണ് അവസാനം ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. പക്ഷെ മനുഷ്യരായ നമ്മുടെ പ്രത്യേകത 1-2 തവണ ശ്രമിക്കും, കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ഫീൽഡ് വിടും. നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ഡ്രോപ്പ് ചെയ്ത ഗിവപ്പ് ചെയ്ത സമയമുണ്ടല്ലോ, ആ ഇനി വരാനുള്ള സ്റ്റെപ്പായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മൈൽ സ്റ്റോൺ. വിജയത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോഴാണ് പലരും ഗിവപ്പ് ചെയ്ത് തിരിച്ചു പോകുന്നത്, ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നത്. പക്ഷേ ഒരു സ്റ്റെപ്പ് കൂടി അവർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ, ഒരു തവണ കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അവർക്ക് വിജയത്തിലെത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വേണ്ടത് പേഴ്സീവറൻസ് എന്ന് പറയുന്ന ഗുണമാണ്. എത്ര പരിശ്രമിച്ചാലും വിജയം വരെ ഞാൻ കൃത്യമായി നിരാശപ്പെടാതെ മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാണ്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. മഹാന്മാരായ പ്രവാചകന്മാർ അവർ കാണിച്ചു തന്നതുപോലെയുള്ള ക്ഷമ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് കരുത്തുണ്ടാവേണ്ടത് ക്ഷമയാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ 2 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ശക്തി പ്രാപിക്കണം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ 2 ആയുധങ്ങൾ എന്ന് പറയുന്നത് ബിസ്സലാത്തി വസ്സബ്ർ, ക്ഷമയും നിസ്കാരവുമാണ്.
കൃത്യമായി നിസ്കരിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസി, ക്ഷമ അവലംബിക്കുന്ന ഒരു വിശ്വാസി ജീവിതത്തിലെ 1-2 പരിശ്രമങ്ങൾ കൊണ്ട് പത്തിമടക്കി തിരിച്ചുപോയി നിരാശപ്പെടുന്നതിന് പകരം എത്ര പരിശ്രമിച്ചെങ്കിലും വേണ്ടില്ല, അവസാന ഡെസ്റ്റിനേഷൻ വരെ, ലക്ഷ്യസ്ഥാനം വരെ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഉണ്ടാകരുത് എന്ന ബോധം നമുക്കുണ്ടാവണം. അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ള സമയം അത് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള ബോധം. അടുത്തതായി എനിക്ക് പറയാനുള്ള റെസിലിയൻസ് എന്ന് പറയുന്നതാണ്. കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും അധികം കേട്ട് പരിചയിച്ചൊരു പദമാണത്. നമ്മളെ പല നിലക്ക് പരാജയപ്പെടുത്തുവാനും നിരാശപ്പെടുത്തുവാനും ഇവിടെ പല ചോദ്യങ്ങളും ഞാൻ കേട്ടു കഴിഞ്ഞ സെഷനുകളിൽ. സിവിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ആർക്കും വലിയ പ്രതീക്ഷ മുളക്കുന്നില്ല. ഇനിയുള്ള കാലത്ത് എങ്ങനെ ഇന്ത്യയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊക്കെയാണ് പലരും ഭയപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഒരിക്കലും ദുർബലരായി പോകരുത്. വഅൻതുമുൽ അഅലൗന, നിങ്ങളാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ളവർ, നിങ്ങളാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ, നിങ്ങളാണ് ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ളവർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ. അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ വിശ്വാസം പലപ്പോഴും ഭൗതികമായ പല കാര്യങ്ങളിലേക്ക് ചിതറിപ്പോകുന്നു. ഭരണഘടനയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഭരണഘടന നമ്മളെ തുണക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആൾക്ക് നിരാശ വരുന്നു. നമ്മൾ നിയമ സംവിധാനത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അവിടെ പരാജയം ഉണ്ടാകുമ്പോൾ നമുക്ക് നിരാശ വരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മൾ വിശ്വസിക്കുന്നു, ആ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് നിരാശ വരുന്നു. അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവിൻ. അള്ളാഹു നമ്മളോട് പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും ദുർബലപ്പെട്ടു പോകരുത്, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. അൻതുമുൽ അഅലൗന, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിശ്വാസികളായ സമൂഹം നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ ഏത് ലക്ഷ്യവും നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. പക്ഷേ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമയം, അതിൻ്റെ വില, അതിൻ്റെ മൂല്യം, അതിൻ്റെ പ്രസക്തി പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇൻ്റർനെറ്റ് നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിയമത്താണ്. പക്ഷേ അത് പ്രൊഡക്റ്റീവായ, കൺസ്ട്രക്റ്റീവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ്റെ വൃത്തികേടുകൾ കേൾക്കുവാൻ വേണ്ടി മാത്രം നമ്മൾ സമയം ചെലവഴിക്കുന്നു. ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവനാണ് ഇന്ന് പണം ഉണ്ടാക്കുന്നത്. എന്ത് വൃത്തികേടും, സ്വന്തം ഭാര്യയെ, സ്വന്തം പെങ്ങളെ, സ്വന്തം കുടുംബത്തെ പ്രദർശന വസ്തുവാക്കി വെച്ച് അതിൻ്റെ പേരിൽ വ്ളോഗ് ഉണ്ടാക്കി, അതിൻ്റെ പേരിൽ റീച്ച് ഉണ്ടാക്കി നടക്കുന്നവൻ്റെ വൃത്തികേടുകളും തോന്നിവാസങ്ങളും കേൾക്കുവാൻ വേണ്ടി മാത്രം നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളെപ്പോലെയുള്ള നിലവാരമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സമയത്തെക്കുറിച്ച് ബോധമുള്ളവർ ആ സമയം നഷ്ടപ്പെടുത്തരുത്. പ്രവാചകൻ്റെ വലിയൊരു താക്കീത്, ഒരു വലിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വലിയ നമ്മെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസി അസ്സിഹത്തു വൽ ഫറാഗ്. അധിക പേരും പരാജയപ്പെട്ടു പോകുന്ന, ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന, വഞ്ചിതരായി പോകുന്ന 2 അനുഗ്രഹങ്ങളാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. ഒന്ന് ആരോഗ്യമാണ്, രണ്ടാമത്തത് സമയമാണ്. അള്ളാഹു നൽകിയ സമയം അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, ഏറ്റവും ഉന്നതിയിലേക്ക്, ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിന്നീട് നമുക്കുണ്ടാകേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഗുണമാണ്, നന്ദിയാണ്. എത്ര കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരു മനസ്സാണ് പലപ്പോഴും മനുഷ്യൻ്റെ ഒരു സ്വഭാവം. എങ്കിൽ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെപ്പോലെ കേരളത്തിൽ ജീവിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എത്രയാണ്. ഒരു ഇസ്ലാമിക പഠന സദസ്സിൽ നമ്മൾ വന്നിരിക്കുന്നത് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ്. നമ്മളെ കൊണ്ടുപോകാനും തിരിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മളെ എത്തിക്കുവാനും നമുക്ക് സംവിധാനങ്ങളുണ്ട്, സമയത്ത് ഭക്ഷണമുണ്ട്, നല്ല അലങ്കാരമുള്ള വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കാനുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ ലഭിച്ചിട്ടും മുകളിലേക്ക് നോക്കി വീണ്ടും നിരാശരാകുന്നതിന് പകരം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. ലഇൻ ശക്കർത്തും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർത്തും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് കഠിനമാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഈ ദുനിയാവും നാളെ പരലോകവും നമുക്ക് നന്നാകാൻ വേണ്ടിയുള്ള കൃത്യമായ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നിലക്കുമുള്ള നിരാശയില്ലാതെ, ടെൻഷൻ ഇല്ലാതെ, ഡിപ്രഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് വിശ്വാസിയുടെ പ്രാർത്ഥന. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും
എനിക്ക് നല്ലത് മാത്രം നൽകണമേ എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനും പരലോകത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം നമ്മുടെ ജീവിതത്തിൽ എവിടെയും നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടിയുള്ള ശക്തമായ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. അള്ളാഹു നമ്മളെ സഹായിക്കും. ഏറ്റവും അവസാനമായി പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു സന്തോഷ വാർത്ത, അള്ളാഹുവിൻ്റെ ഒരു വലിയ സുവിശേഷം നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പരിശ്രമിക്കുവാൻ, കഠിനാധ്വാനം ചെയ്യുവാൻ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും പ്രയത്നങ്ങളും അർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ലനഹ്ദിയന്നഹും സുബുലന, അവരുടെ വഴി നാം അവർക്ക് വെളിച്ചമാക്കി കൊടുക്കും, അവരുടെ വഴി നാം അവർക്ക് കാണിച്ചു കൊടുക്കും. അവരുടെ വഴി കൃത്യമായി അള്ളാഹു ദിശ നമുക്ക് നിർണ്ണയിച്ചു തരുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച് അവരിൽ തവക്കുൽ ചെയ്ത് ഈ ദുനിയാവും നാളെ പരലോകവും നമുക്ക് സുരക്ഷിതമാകണമെന്ന ബോധത്തോടു കൂടി തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് വെക്കാൻ തയ്യാറുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. അത് ജോലിയാണെങ്കിലും, അത് ഓൺട്രപ്രണർഷിപ്പ് ആണെങ്കിലും, അത് ജീവിതത്തിൽ ലഭിക്കാനാവുന്ന അച്ചീവ്മെൻറ്റുകളാണെങ്കിലും, നമ്മൾ നെയ്തു കൂട്ടുന്ന സ്വപ്നങ്ങളാണെങ്കിലും, അതിൻ്റെയൊക്കെ കൂടെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ സഹായം നമ്മളിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കും. ഒരു സംശയവും നമുക്ക് വേണ്ട. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഈ ലോകത്തും നാളെ പരലോകത്തും വിജയിക്കുന്ന സത്യവിശ്വാസികളായ റബ്ബിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം മുബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.